ചക്ക വരട്ടിയതാണ്. ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ചക്ക കിട്ടുന്നുണ്ടാവും. പഴുത്ത ചക്കകളാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചക്ക ഇല്ലാതാവുന്ന ഒരു സമയത്ത്, ചക്ക സീസൺ കഴിയുമ്പോൾ നമുക്ക് ചക്കയുടെയും ചക്ക പായസവും ചക്ക സ്നാക്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെയാണ് ചക്ക പ്രിസർവ് ചെയ്ത് വെക്കുന്നത് നോക്കാം. കേടാവാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സാധാരണ ഈ ചക്ക വരട്ടി വെക്കുന്നത്. ചെയ്യാൻ കുറച്ച് മെനക്കേടാണ്, അതുപോലെ കുറച്ച് ടൈം എടുക്കും, വളരെ കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ. പക്ഷെ നമുക്കത് ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്കയുടെ വിഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചക്ക വരട്ടി വെക്കാം. സാധാരണ ചക്ക നമ്മൾക്ക് രണ്ട് രീതിയിൽ വരട്ടി വെക്കാം. ഒന്ന് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെക്കാം. പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തീരെ വാട്ടർ കണ്ടന്റ് ഇല്ലാതെ നല്ല തിക്കായിട്ട് നമ്മൾ വരട്ടി വെക്കണം. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനി അതല്ല, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാവും. ഈ ഒരു ചക്കയുടെ പൾപ്പ് അല്ലെങ്കിൽ ഈ വരട്ടി വെച്ചത് കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചക്ക വരട്ടി വെക്കുന്നത് ചെയ്യുന്നതെന്ന് നോക്കാം. ചക്ക വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടി നന്നായി പഴുത്ത നല്ല മധുരമുള്ള ചക്ക നോക്കി തിരഞ്ഞെടുക്കുക. ഞാനിവിടെ 40 ചുള ചക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചുളയാണ്, അതുപോലെ നല്ല മധുരമുള്ള ചക്കയാണ്. ചക്കയുടെ മധുരം കൂടുന്നതനുസരിച്ച് ശർക്കര നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിന് പകരം കുക്കറിലിട്ടിട്ടും ചക്ക വേവിച്ചെടുക്കാവുന്നതാണ്. ചക്കക്കുരു മാറ്റിയതിന് ശേഷം ചക്കച്ചുള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. മിക്സിയിലിട്ട് അരച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത ചക്കയാണ്. മിക്സിയിലിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും പൊതുവെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാടങ്ങ് പഴുത്തു പോകാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. വേവിക്കുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചക്ക അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചക്കയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. ഈ ഒരു ചക്ക നല്ലതുപോലെ പഴുത്തതാണ്. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. നല്ലൊരു തിള വന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. കുക്കറിൽ വെക്കുന്നവരാണെങ്കിൽ ചക്ക ചേർത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 വിസിൽ മതിയാവും. നല്ലതുപോലെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ അടച്ചു വെച്ചിട്ടാണെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചാൽ നമ്മൾ അറിയാതെ പോവും. ചക്ക വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടി ശർക്കര ആവശ്യമാണ്. കറുത്ത ശർക്കര എടുത്തു കഴിഞ്ഞാൽ ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും. 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 600 ഗ്രാം ചക്കച്ചോളം ഉള്ളത് കൊണ്ടാണ് 400 ഗ്രാം ശർക്കര എടുത്തത്. 6:4 എന്നുള്ളൊരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. 600 ഗ്രാം ചക്കയ്ക്ക് ഒരു 400 ഗ്രാം ശർക്കരയാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. 250 ml കപ്പിൽ 1 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കാൻ മറക്കരുത്. ശർക്കര ആയതുകൊണ്ട് തന്നെ അതിൽ അഴുക്കുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അരിച്ചെടുക്കാൻ മറക്കരുത്. എപ്പോഴും ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ശർക്കരയിൽ എത്രത്തോളം അഴുക്കുകൾ ഉണ്ടെന്നുള്ളത്. വെള്ള ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കറുത്ത ശർക്കരയാണ്. ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറുത്ത ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 10 മിനിറ്റിന് ശേഷം ചക്ക നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചക്ക വരട്ടിയതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വരിക്കച്ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റാണ് വരിക്കച്ചക്ക വെച്ചിട്ട് ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ചാൽ. ചക്ക കൊത്തി എറിയാതെ ഈ ഒരു അളവിൽ ചക്ക കട്ട് ചെയ്താലും ചക്ക വരട്ടി വരുമ്പോഴേക്കും അതെല്ലാം അതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും, നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു അളവിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈസി ആയിട്ട് കുറച്ച് വേഗത്തിൽ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ചക്ക അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കഷ്ണം കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതുമാണ്. ചക്ക വരട്ടിയെടുക്കാൻ വേണ്ടി അത്യാവശ്യം വാവട്ടമുള്ള
നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. കുറച്ച് വാവട്ടമുള്ള നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളിയാണ് ഏറ്റവും നല്ലത്. നല്ല ഒരു ഇൻഡാലിയത്തിൻ്റെയോ ചെമ്പിൻ്റെയോ ഉരുളി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. സ്റ്റീൽ പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അടി കട്ടി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പാൻ ഒന്ന് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചക്ക വേവിച്ച സമയത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടാതെ ചക്കയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് മെനക്കേടുള്ള ഒരു പണിയാണ് ഈ ഒരു ചക്ക വരട്ടി വെക്കുക എന്നുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടി വെക്കാനും പാടായിരിക്കും. ചക്ക നല്ലതുപോലെ ഒരു തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കണം മുന്തി നിൽക്കേണ്ടത്. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ 6:4 എന്നുള്ള റേഷ്യോയിൽ ചക്കയും ശർക്കരയും എടുക്കാവുന്നതാണ്. 600 ഗ്രാം ചക്ക എടുക്കുമ്പോൾ 400 ഗ്രാം ശർക്കര എടുക്കുക. ഏകദേശം 1 കിലോ ചക്കയൊക്കെ എടുക്കുന്ന സമയത്ത് 1/2 കിലോ ശർക്കര ചേർക്കുന്നവരും ഉണ്ട്, 3/4 കിലോ ശർക്കര ചേർക്കുന്നവരും ഉണ്ട്. 3/4 കിലോ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മധുരം കൂടുതലായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മുന്തി നിൽക്കുന്നത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു 6:4 എന്നുള്ള ഒരു റേഷ്യോ ഒരു നോർമലായിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1.5 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതിൻ്റെ കൂടെ 2-3 ജീരകം കൂടി പൊടിച്ചിടാവുന്നതാണ്. നല്ല ജീരകമാണ്, ചെറിയ ജീരകം പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇട്ടാലും മതി. കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് മെനക്കെട്ടതും കുറച്ച് ടൈം എടുക്കുന്നതായിട്ടുള്ള പണിയാണ്. പക്ഷേ ഇതൊന്ന് വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിടാൻ പാടില്ല, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരൊറ്റ തവണ കൊണ്ട് ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കാതെ ആദ്യത്തെ ദിവസം കുറച്ച് വരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതൊന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തതാണ്. രാവിലെ കുറച്ച് ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചെയ്തു. അങ്ങനെയാണ് ഇത് വരട്ടിയെടുത്തത്. ചക്ക വരണ്ട് വരുംതോറും ചക്കയിൽ നിന്നുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു തുടങ്ങും. ആ ഒരു സമയത്ത് ഓരോ ടീസ്പൂണായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർക്കുമ്പോൾ അരികിൽ നിന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നടുവിൽ കൊണ്ടുപോയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചക്ക വരട്ടാണ്ടിരിക്കുക, ചക്ക പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടിയിലൊന്നും പിടിക്കാതെ തന്നെ അത് കറക്റ്റായിട്ട് വരണ്ട് കിട്ടേണ്ടത്. ഏകദേശം ഒരു 45 മിനിറ്റ് ഇളക്കി വരട്ടിയെടുത്ത ചക്കയാണിത്. ഇതിൽ കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇനി ഈ ഒരു ചക്ക ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കാനുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ ആണ് വെക്കുന്നതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചീത്താവില്ല. പക്ഷെ കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം. 1 വർഷം വരെയൊക്കെ കേടാവാതെ ചക്ക വെക്കുന്നവരുണ്ട് പുറത്ത്, ഫ്രിഡ്ജിലല്ലാതെ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം കണ്ടന്റ് ഇല്ലാതെ കുറച്ചധികം നെയ്യ് ചേർത്തിട്ടാണ് വരട്ടി വെക്കുന്നത്. ഇത് ലാസ്റ്റായിട്ട് വരട്ടിയെടുത്ത ചക്കയാണ്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ തന്നെയാണ് ഞാൻ വരട്ടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിലല്ലാതെയും സൂക്ഷിക്കാവുന്നതാണ്. കുറച്ചുകൂടി വെള്ളം കണ്ടന്റ് കുറച്ചുകൂടി നെയ്യ് കൂട്ടിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഇതും ഏകദേശം 1 വർഷം വരെ കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുമ്പോൾ ചില്ല് കുപ്പിയിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും പ്ലാസ്റ്റിക് ബോക്സിലൊന്നും ആക്കി വെക്കാണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഇത് തുറന്നെടുക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത, ജലാംശം ഇല്ലാത്ത സ്പൂണ് ഉപയോഗിച്ചിട്ട് മാത്രം ഇത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല ചക്കക്കാലമാണ്, ഒരുപാട് പഴുത്ത ചക്കയൊക്കെ കിട്ടാനുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ചക്ക വരട്ടേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്